ബാ പോവാം. അതോ ഇങ്ങോട്ടല്ല, ഞാനും അമ്മയും കൂടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളെ ഒരു സാധനം വാങ്ങിച്ചിട്ട് വരുമ്പോൾ കണ്ടാച്ചാൽ മതി കേട്ടോ. ഒരു സർപ്രൈസ് സാധനമുണ്ട്. ഇവരുടെയൊക്കെ ജീവിതത്തിൽ കാണാത്ത സാധനങ്ങളാണ്. അതന്നെ, ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് കണ്ടാച്ചാൽ മതി. കണ്ടിട്ട് ഞെട്ടരുതാരും കേട്ടല്ലോ. ക്ലൂ ക്ലൂ ആണ്. ആ സാധനത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേക രുചിയായിരിക്കും. ഫുഡാണ്. ശരി, അത് ഫുഡാന്ന് പറഞ്ഞു. അവൻ്റെ ക്ലൂ കഴിഞ്ഞു കേട്ടോ. അതൊരു സാധനമാണ്, പക്ഷെ നമുക്ക് വളരെ ഉപയോഗപ്രദമായ ഭക്ഷണം കഴിക്കുന്നത് ബന്ധപ്പെട്ട അടുക്കള ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ കൂടുതൽ സംസാരിച്ച് കുളമാക്കണം. നമുക്ക് പോകാം. ടാറ്റാ. വലിയ പ്രതീക്ഷയായിരിക്കും. പതുക്കെ അത് മതി. എൻ്റെ തലകിടാനൊന്നും അല്ലല്ലോ. എടുത്തോ ഏതായാലും ഇപ്പം അങ്ങനെ സെയിമാ. അവസാനം വാങ്ങി. അതെ, തീരുമാനത്തിലെത്തി. സർപ്രൈസ്. ഇതും സർപ്രൈസാണ്. ഇതുണ്ട്, അതിനേക്കാളും വലിയ സർപ്രൈസ് ഇതായിരിക്കുന്നു. ഉരയ്ക്കുന്നതല്ലടാ, ചമ്മന്തി ഉരയ്ക്കുന്ന സാധനം. അവിടെ ചോദിക്കുന്നത് തെറ്റില്ല. എടുത്ത് കവി സൂക്ഷിച്ചേ. ഇത് സർപ്രൈസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുമ്പോളെ, ഇത് നിങ്ങൾക്ക് സർപ്രൈസാണ്. നിങ്ങളിത് കണ്ടിട്ടില്ലല്ലോ. നിങ്ങളിതിൽ അരച്ച ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതൊരുമാതിരി വല്ലാത്ത സർപ്രൈസായി ഒത്തിരി എഴുതി വരുന്നു. ഇതിലേ നമ്മൾ അത് കൊണ്ട് വെച്ചിട്ട് അരച്ച് നല്ല അടിപൊളി ഒരു ചമ്മന്തി അമ്മ അരച്ച് തരും, മാങ്ങയൊക്കെ വെച്ചിട്ട് മാങ്ങാ ചമ്മന്തി. അപ്പോഴാണ് മോക്ക് അതിൻ്റെ സർപ്രൈസ് മനസ്സിലാവുന്നത്. അപ്പം ഇതൊന്ന് പൊട്ടിച്ചത് അൺബോക്സ് ചെയ്യേ. ഇതാണ് സംഭവം. കല്ല് നല്ല തരുതരാന്നിരിക്കുന്നില്ലേ? നല്ല വെയിറ്റ് ഉണ്ടല്ലോ അത്യാവശ്യം അല്ലേ? നമുക്ക് പരുവപ്പെടുത്തിയെടുക്കണം. അടിപൊളി. ഒന്ന് തിരിച്ച് എൻ്റെ ആ ബുഷൊക്കെ ഒന്ന് കാണട്ടെ. ഇതിൻ്റെ ഒറ്റ കല്ല് കണ്ട സൈഡ്, ബാക്ക് സൈഡിലെ ബുഷ് കണ്ടില്ലേ? ഈ ബുഷ് നമ്മളിപ്പം നമ്മുടെ എന്താ പറയുക, പാതകത്തിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഉറച്ച് അവിടെ നിന്നോളും. അപ്പം ഇത് ഒട്ടിച്ച് തന്നെ വെച്ചേക്കുന്നതാണ്. അത് ആ ഒട്ടിക്കലിൻ്റെ ഒരു എത്രത്തോളം അതിന് ഗ്യാരണ്ടിയെ പറ്റി നമ്മളത് ഉപയോഗിക്കുമ്പോഴേ അറിയത്തുള്ളൂ. ചിലപ്പം ഇളകാനുള്ള സാധ്യത ഉണ്ടാവാം, പക്ഷെ നമ്മൾ ഉപയോഗിക്കും. 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറയാം ഇതിൻ്റെ ഔട്ട്പുട്ട് പറയുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഒരു അത്യാവശ്യമുള്ള യൂസേജ് ഒക്കെ. മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. മറ്റേ കള്ളാകുമ്പോൾ നമ്മൾ ഒരിടത്ത് ഫിക്സ് ആയിട്ട് വെക്കണം. അതിന് അത്രയും സ്പേസ് വേണം. ഇതിന് അങ്ങനെയല്ല, നമ്മൾ ജോലി കഴിയുമ്പോൾ അത്ര വെയിറ്റ് ഒന്നല്ല, നോർമലി വീട്ടമ്മമാർക്ക് എടുക്കാവുന്ന ഒരു ഭാരവേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം അല്ലേ, ഇനി ഇതിൽ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നു. ചമ്മന്തി അരച്ചത് ഞങ്ങളുടെ വീട്ടിലെ ഇഡ്ഡലിക്ക് മുളകും ചുമന്തള്ളിയും ഒക്കെ നന്നായിട്ട് ഇടിച്ച് പൊടിച്ച് വെളിച്ചെണ്ണ ചാലിച്ചിട്ട് തൊട്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അത്ര രുചി വരാറില്ല. ഇതിലാകുമ്പോൾ മുളക് ചുട്ടിട്ട് വെച്ച് ഒന്ന് ഇടിച്ച്. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടല്ലോ. എന്ത് സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ കൊച്ചു വിചാരിച്ച് വേറെ എന്തായാലും ആയിരിക്കും എന്ന്. നമ്മൾ ഇതിന് സർപ്രൈസ് ഇനി വരാതിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പോൾ ഇതിൽ സംതൃപ്തരാണ്. ഇനി ഇത് ഉപയോഗിച്ച് ഇനി പിൽക്കാലത്ത് ഇതിൻ്റെ കറക്റ്റുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ പറയാം. സോ ഇതുവരെ കാണാനും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാരവും പോർട്ടബിളും എല്ലാം കൊണ്ട് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ.